കഴിഞ്ഞ 2 വർഷമായിട്ട് ദയ ഹോസ്പിറ്റലിൽ എനിക്ക് തോന്നുന്നു 2025 ലോകാരോഗ്യ സംഘടനയുടെ കമ്പാഷൻ എന്നുള്ളൊരു മുദ്രാവാക്യം വന്നതോടുകൂടിയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 2 പുസ്തകങ്ങളായി ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ പുസ്തകമാണിത്. 2025 ഇപ്രാവശ്യം മുദ്രാവാക്യം മാറിയെങ്കിലും, കാരണം ഒരുമിച്ച് നിന്നിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ആരോഗ്യം എന്നാണെന്നാണ് ഇപ്പോൾ ഈ വർഷത്തെ മുദ്രാവാക്യം. പക്ഷേ അനുകമ്പയുടെ ഒരു പാർട്ട് തന്നെയാണ് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ എന്തായാലും കഴിഞ്ഞ 2-3 വർഷമായിട്ട് ബ്രഹ്മപുത്രനും കൂട്ടുകാരും ഇതിൽ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയില്ല എത്രത്തോളം അത് ഫലപ്രദമാകുന്നുള്ളത്. പക്ഷേ ഒരു 25 വർഷം മുമ്പ് ദയ ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ നമ്മളുടെ ഒരു മുദ്രാവാക്യം തന്നെ കെയർ വിത്ത് കമ്പാഷൻ എന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ടും ഒരു രോഗി സെൻട്രിക് എന്നുള്ള നിലക്കാണ്. ഇന്നത്തെ വിശദീകരണങ്ങളൊന്നും അന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ പറയുന്നതാണെന്ന്. അന്ന് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരു രോഗി സെൻട്രിക് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം രോഗികളുടെ സമയം, അവരുടെ പണം, അതുപോലെ തന്നെ അവർ അധികം ചുറ്റി നടക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത സർജറികളോ ടെസ്റ്റുകളോ ചെയ്യാതിരിക്കുക, അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് ചികിത്സാ രംഗത്തെ കമ്പാഷൻ തോന്നുന്നത്. കാരണം രോഗിയെ നമ്മളൊരു മാനുഷിക പരിഗണന കൊടുത്ത് നമുക്കൊരു അസുഖം വന്നാൽ നമ്മളെന്താണ് പ്രതീക്ഷിക്കുന്നത്, അതാണ് അവരെ കൊണ്ട് അതാണ് നമ്മൾ അങ്ങനത്തെ ഒരു ചികിത്സയാണ് കൊടുക്കേണ്ടത്. കാരണം ഇപ്പോൾ പാലിയേറ്റീവ് കെയറിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡോക്ടർ ദിവാകരനൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാകും രോഗിയുടെ ഒരു ഭാവിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ. കാരണം മാറാൻ പറ്റാത്ത പല അസുഖങ്ങളും ഉണ്ട്. അവരെങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് സഹജമായിട്ടുള്ളൊരു മാനുഷിക വികാരങ്ങളാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. കാരണം നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ റെസ്പോൺസ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ അവരുടെ സാമൂഹ്യ അവസ്ഥ, സാമ്പത്തിക സ്ഥിതി, അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ള ആൾക്കാർ, അതൊക്കെ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഇതിൻ്റെ പേരിൽ നടത്താറുള്ളത്. ആ ഒരു അനുകമ്പ എന്നുള്ള നിലക്ക് നമ്മൾ നടത്താറുള്ളത്. എന്നിട്ട് അവർക്ക് പറ്റുന്ന ചികിത്സാ രീതികളാണ്. പലപ്പോഴും നമുക്ക് കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഒരു കോംപ്ലിക്കേഷൻസ് നമുക്ക് മുഴുവൻ ഒറ്റയടിക്ക് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ചിലപ്പോൾ ഒരു ചികിത്സ മാറി നിൽക്കും, അതല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവർ ഡിപ്രസ്ഡ് ആവും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ 1-2 ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പേഷ്യൻ്റ്, ഇപ്പോൾ ഇന്നലെ എനിക്ക് വന്നൊരു പേഷ്യൻ്റ് ആയിരുന്നു. ഒരു 80 വയസ്സായ ഒരാളൊരു ഹെർണിയ, അയാൾക്ക് എങ്ങനെ ഒരു ഉള്ളിലൊരു ഹെർണിയ എന്നുള്ളൊരു ഫീലിംഗ് കിട്ടി. അപ്പോൾ അതിന് ഉടനെ ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പലരും പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അയാൾ ഓടി നടക്കുന്നൊന്നുമില്ല, വളരെ വീട്ടിനുള്ളിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ രോഗിക്ക് ചെയ്യണം എന്നാണ്, മക്കൾക്ക് വലിയ കുഴപ്പമില്ല ചെയ്തില്ലെങ്കിലും. അപ്പോൾ എനിക്കത് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ തന്നെയാണ് കമ്പാഷൻ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വരുന്ന സമയത്ത് വേറൊരു പേഷ്യൻ്റ് വന്നു. അപ്പോൾ അതൊരു ഹാൻഡി റിഫ്ലക്സ് സർജറിക്കാണ്. അപ്പോൾ നേരത്തെ എൻ്റെ കൂടെയുള്ള ഒരാൾ കണ്ടിട്ട് സർജറിക്ക് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ കോയമ്പത്തൂർ പോയിട്ട് നേരത്തെ സർജറി ചെയ്യാൻ അവർ അഡ്വൈസ് ചെയ്തു. അങ്ങനെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഒരു നിസൻസ് ഫണ്ടോപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് വലിയ സിംറ്റംസ് ഒന്നും ഇല്ല. അപ്പോൾ അവർക്ക് ഒക്കേഷനിലായിട്ട് 2-3 മാസത്തിലൊരിക്കലാണ് ഇപ്പോൾ ഇത് തേട്ടി വരുന്നത്. മരുന്ന് കൊണ്ട് ഒരുവിധം കൺട്രോൾഡാണ്, തല പൊക്കി വെച്ചാൽ ഉണ്ട്. അപ്പോൾ ഞാൻ അവരോടൊന്ന് സർജറി ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെന്താ പറയുമെന്ന് അറിയില്ല. സർജറി വേണ്ട, അപ്പോൾ ഞങ്ങളത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചികിത്സയിൽ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന കമ്പാഷൻ. പിന്നെ ഏത് പ്രൊസീജിയർ തിരഞ്ഞെടുക്കണം എന്നുള്ളത്, പിന്നെ നമുക്ക് അവരെങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഈ കമ്പാഷന് ഒരു കോസ്റ്റ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ്, അവരുടെ ടൈം പ്രധാനപ്പെട്ടാണ്. അവരെ പെട്ടെന്ന് ഡോക്ടറെ കാണണം, പെട്ടെന്ന് മരുന്ന് കൊടുക്കണം, പെട്ടെന്ന് ടെസ്റ്റുകൾ ചെയ്യണം എന്നൊക്കെ ഇത് വരുമ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ട്. കാരണം ഇന്നത്തെ ഒരു കോർപ്പറേറ്റ് അവസ്ഥയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. കാരണം നമുക്ക് പലപ്പോഴും അതിനുള്ള ആൾക്കാർ വേണം, ആളും അർത്ഥം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ കമ്പാഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ചികിത്സാ രംഗത്ത്, കാരണം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടർക്കോ ആശുപത്രിക്കോ കമ്പാഷൻ ഇല്ലാതെ ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനെ എങ്ങനെ ചാനലൈസ് ചെയ്യണം, രോഗിക്ക് ഉത്തമമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ്, കാരണം എല്ലാവരും ഒരേ സാമ്പത്തിക നിലവാരത്തിലുള്ളവരല്ല. നമുക്കിപ്പോൾ ഒരു അസമത്വം നമുക്കതിൽ കാണിക്കാനും പറ്റില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. കാരണം മിക്കവാറും പഴയ ഒരു തലമുറ ഒഴിച്ചുള്ള പുതിയ ഡോക്ടർമാരൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധം ഒരു പരിധി വരെ കമ്പാഷൻ ഉണ്ട്. പക്ഷേ അത് നമ്മൾ വളർത്താൻ ശ്രമിക്കണം. ഇപ്പോൾ രോഗിക്ക് എന്താണെന്ന് ആവശ്യമില്ല. ഇങ്ങനത്തെ ചടങ്ങുകളുടെയൊക്കെ പ്രാധാന്യം അതാണ്. ഇങ്ങനത്തെ ഒരു മീറ്റിങ്ങുകൾ ഇത് കുറച്ചുകൂടി ആൾക്കാരിൽ എത്തണത്. ഇപ്പോൾ എന്നും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ, വേറെ പലരും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറേ കൂടി ഇത് വ്യാപകമാക്കാനുള്ള ഒരു എന്താ വേണ്ടതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തായാലും എന്നതിൽ ക്ഷണിച്ചതിൽ സന്തോഷമുണ്ട്.
ഇതിൽ ഞാൻ പറയാനുള്ളത് ഞാൻ എൻ്റെ ഭാഗം വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു.